ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ് മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് വീഡിയോ. സോ ഈ ഒരു മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാവരും ചെയ്യാറ് അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള റീഡിങ്സ് ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും. പക്ഷേ ഇൻ കോൺട്രാസ്റ്റ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഓക്കെ, ഈ റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഭയങ്കര കുമിഞ്ഞു കൂടിയിട്ടുള്ള ഒരു ഒരു വാർഡ്രോബ്, ഓക്കെ, നമ്മളതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എല്ലായിടത്തും വലിച്ച് പുറത്തിടും. എന്നിട്ട് നമ്മൾ അതിനെ ഓരോന്നോരോന്നായിട്ട് മടക്കിയിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കും. ടോപ്പെല്ലാം ഒരുമിച്ച്, പാൻറ്റെല്ലാം ഒരുമിച്ച്, ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യാമല്ലോ. അതുപോലെ നമ്മളുടെ തോട്ടിനെയും ഒന്ന് ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ റിവേഴ്സ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിനകത്ത് ഉള്ള നെഗറ്റീവായിട്ടില്ല, നമ്മളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ വലിച്ച് പുറത്തിടുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുള്ളത് വെൻ ഇറ്റ് കംസ് ടു എൻ്റെ ഡോക്ടർ ജോബ്, ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ആണ്. ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ഇൻ ദ സെൻസ് നമ്മൾക്ക് പലപ്പോഴായിട്ടും പറഞ്ഞു തരുന്നത്, അതായത് നമ്മളുടെ ഡോക്ടേഴ്സ് ആണല്ലോ, നമ്മളുടെ സീനിയർ ഡോക്ടേഴ്സ് ആണല്ലോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത്. നമ്മളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ, ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ അത് വായിച്ചിട്ട് നാളെ വാ, അത് നമുക്ക് അതെന്താണെന്ന് നിങ്ങൾ എന്നെ കണ്ടുപിടിക്കൂ എന്നുള്ളതായിരിക്കും പറയുക. അല്ലെങ്കിൽ അതിനെ മോക്കറി എന്ന രീതിയിൽ ഇതൊന്നും അറിയാണ്ടാണ് നിങ്ങൾ ഡോക്ടറായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് പറയുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ക്ലിയർ അല്ലാത്ത രീതിയിൽ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എന്താ വിളിച്ചത്, ഓക്കെ, ആ പേഷ്യൻ്റ് എന്താ നിങ്ങളതും ചെയ്തില്ലേ, അവിടെ എല്ലാവരുടെ ചെയ്യൂ എന്നൊക്കെ രീതിയിൽ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. അത് എനിക്ക് തോന്നുന്നു കേരള എന്നല്ല, എല്ലാ സ്ഥലത്തും, ഇന്ത്യയിലുള്ള ഒട്ടാകെ എല്ലാ സ്ഥലത്തും ഡോക്ടേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് കോളിൽ ടു എമർജൻസി മെഡിസിൻ. അപ്പം എമർജൻസി മെഡിസിനിൽ നമുക്ക് ഒരുപാട് കോൾ ചെയ്യേണ്ടി വരും. എനിക്ക് കോൾ ചെയ്യാൻ ഒന്നാമത് ഇഷ്ടമല്ല. കോൾ ചെയ്താൽ തന്നെ എൻ്റെ അടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ട്. അത് എനിക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും, അതായത് ഇവരെന്താ പറയുന്നത് എന്നുള്ളത്. അതിൻ്റെ കൂടെ ഈ രീതിയിലും കൂടെ സംസാരിക്കുക, അതായത് മനസ്സിലാവണ്ട എന്നുള്ള രീതിയിലും കൂടി സംസാരിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നടുവിലുള്ളതൊരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിന് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവരെ തിരിച്ചു വിളിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ തെറികൾ മൊത്തവും കേൾക്കേണ്ടി വരും. സോ ഈ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി ഒരുപാട് ട്രോമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുമ്പം ഭയങ്കര മൂക്കറിയായിട്ട് സംസാരിക്കുക, ഇതൊന്നും അറിയില്ല, പിടിക്കില്ല, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യുക. ഓക്കെ, സോ ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസിൽ ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അതെൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. സോ അതുപോലെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ആ ഒരു സംഭവത്തിന് എൻ്റെ ലൈഫിൽ വേണ്ട, ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ ഞാൻ വർക്ക് ചെയ്യൂല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അത് നിങ്ങളുടെ ഒരു ഇൻറ്റൻഷനാണ്. അതായത് നിങ്ങൾക്ക് എന്തൊന്നും വേണ്ട എന്നുള്ളത്. നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക എന്നാൽ നമുക്ക് ഇത് വേണം എന്നുള്ളതല്ലേ. അതിന് ഓപ്പോസിറ്റായിട്ട് ഫസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക, ഇതെൻ്റെ ലൈഫിൽ വേണ്ട എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ഞാൻ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അതുകൊണ്ട് ഞാൻ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അങ്ങനെ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരുന്നാലും ഞാൻ കുറച്ച് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. സോ അത് നിങ്ങൾ ചെയ്ത് തുടങ്ങാം. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റെഡ് ഫ്ലാഗ് എന്നുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കില്ല. എനിക്ക് വേണ്ടുന്നത് എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന, എനിക്ക് ക്വീൻ ലൈക്ക് ഒരു കിങ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്ന, എന്നെ ഇൻ ആൻഡ് ഔട്ട് എന്നെ മനസ്സിലാക്കുന്ന, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻ ആൻഡ് ഔട്ട് എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ എംബീഷൻസിന് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെ എൻ്റെ ലൈഫിലേക്ക് വേണം എന്നുള്ളൊരു തീരുമാനം നിങ്ങളെടുക്കാം.
അങ്ങനെയുള്ളൊരു പാർട്ട്ണറാണ് എനിക്ക് വേണ്ടുന്നത്. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ടോക്സിക് ആയിട്ടുള്ള, അതേപോലെ തന്നെ റെഡ് ഫ്ലാഗ് എന്ന് തോന്നുന്ന, എൻ്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാത്ത, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ എംബിഷൻസിന് എൻ്റെ കൂടെ നിൽക്കാത്ത രീതിയിലുള്ള പാർട്ട്ണറിനെ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഒരുപാട് ബ്രേക്കപ്പ്സ് ഉണ്ടായി, ഇനി എനിക്ക് ബ്രേക്കപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ, ഇനി എനിക്ക് ബ്രേക്കപ്പ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ അതിന് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ട, ബൗണ്ടറീസ് ഇല്ലാത്ത റിലേഷൻഷിപ്പ് വേണ്ട, ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസ് വേണ്ട, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് വേണ്ട, എനിക്കൊരു ഫുൾ ടൈം ജോബ് വേണ്ട, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് വേണ്ട, അങ്ങനെ നിങ്ങൾ എങ്ങനെ ആണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ട വേണ്ട വേണ്ട, ആ വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഫോക്കസ് ചെയ്ത് അതിനെ ആദ്യം ഡീക്ലട്ടർ ചെയ്ത് എടുത്തു കളയുക. ലൈക്ക് നിങ്ങളുടെ ഓൾഡ് ക്ലോത്ത്, നിങ്ങൾ ഒരിക്കലും ഇടാൻ പോകുന്നില്ല എന്നുള്ള ഓൾഡ് ക്ലോത്ത് ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ അതൊരു റീയൂസബിൾ സംഭവത്തിലേക്കോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാണ് എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ. ഐ ഡോണ്ട് അത് വെച്ചാൽ നമുക്ക് ഒട്ടും നമ്മൾ ഭയങ്കര യൂസ് ചെയ്ത് ഭയങ്കര മോശമായിട്ടുള്ള തുണി ഡൊണേറ്റ് ചെയ്യുന്നതിനെക്കാളും റീയൂസബിൾ ആയിട്ടുള്ള സംഭവത്തിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് വേറൊരാൾക്ക് കൊടുക്കുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. സോ യു ക്യാൻ ഗീവ് ഇറ്റ് ലൈക്ക് റീയൂസബിൾ ആയിട്ട് റീസൈക്കിൾ ചെയ്യുന്ന എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്, അതിനെ യൂസ് ചെയ്യാം. അല്ല വേസ്റ്റ് ക്ലോത്തിൽ നിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന, ലൈക്ക് എന്തൊക്കെയോ തുടക്കുന്ന തുണിയൊക്കെ. സോ യു ക്യാൻ ഡു ദാറ്റ് ഇൻസ്റ്റെഡ്. സോ അങ്ങനെയുള്ള സംഭവങ്ങൾ ലൈഫിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തിന് നിങ്ങളുടെ ലൈഫിൽ നിന്ന്, നിങ്ങളുടെ വാർഡ്രോബിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പോലെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് അത് ഡ്രൈ ഔട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? 1 മന്ത് നിങ്ങൾ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടും നിങ്ങളുടെ ലൈഫിൽ. അതായത് പുതിയ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്പേസ് കിട്ടും. നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് നമ്മുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഇന്ന് 24 hours നമ്മൾക്ക് ഒരു ദിവസം നമ്മൾക്കുള്ളത്. ഈ 24 hours ചെയ്ത് തീർക്കാൻ പറ്റുന്നതിനും അപ്പുറം ജോലികൾ നമുക്ക് വന്നാൽ നമുക്ക് ഒരിക്കലും ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ ലൈഫിലും നമ്മൾക്ക് കിട്ടാവുന്നത് നമുക്ക് നമ്മളുടെ ലൈഫിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ അത് നമ്മൾ മോർ സ്പേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നെഗറ്റീവ് സാധനത്തിനെ എടുത്ത് കളയുന്നതോടെ. സോ നമ്പർ 1 നമ്മൾ മാനിഫെസ്റ്റേഷൻ ഇപ്പം തുടങ്ങിയ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് വീഡിയോസ് നമ്പർ 1 നമ്മൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം ഫസ്റ്റ് നമ്പർ 1 ആയിട്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ഓക്കെ. നിങ്ങളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്നതായിക്കോട്ടെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കും പേപ്പറും എടുക്കുക, എഴുതി തുടങ്ങുക. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മാത്രം വെച്ച് നിങ്ങളിങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ആലോചിച്ചാൽ മാത്രം മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങ് വരൂല. ഓക്കെ. യു നീഡ് ടു റൈറ്റ് ദാറ്റ് ഡൗൺ. ഒരു സയൻറ്റിസ്റ്റ്, അയാളുടെ പേര് ഞാൻ മറന്നു, ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പ്രോബ്ലംസ് നമുക്ക് ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്ക് എഴുതാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് 80% ആ പ്രോബ്ലം സോൾവ് ആയി എന്നാണ് പറയുന്നത്. സോ അതുപോലെ നമ്മളുടെ പേപ്പറിൽ നമ്മളുടെ ഇമോഷൻസ് എഴുതാൻ പഠിച്ചേ പറ്റുള്ളൂ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഇന്ന് തന്നെ ബുക്കും പേപ്പറും എടുക്കുക, ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക, എഴുതുക. ഓക്കെ. So start doing it and let's see what changes are coming in your life. Okay. അത് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് വീഡിയോസായിട്ട് ഞാൻ വരാം. ഓക്കെ. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 1 or 2 weeks കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഒരു റിലീഫ് തോന്നുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ എന്നുള്ളത് പറയാം. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Until then, it's bye from me. So take care. Bye.